ഹായ് ഫ്രണ്ട്സ്, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായി എന്ന് പറയാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പ്രകാശൻ കാർത്തികയുടെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ പോവുകയാണ്. അതായത് കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഒന്ന് വണങ്ങുകയൊക്കെ ചെയ്തിട്ട് പറയുകയാണ്, മേഡം ആ കൈ ഒന്ന് തന്നെ എന്ന്. അപ്പോൾ അവർ പറയുകയാണ്, ആണുങ്ങൾ എൻ്റെ കയ്യിൽ സ്പർശിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന്. അപ്പോൾ പ്രകാശൻ പറയാണ്, ഒരു അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. കുറച്ച് കാലമായി മേഡം വണ്ടിയൊക്കെ ഈ വളയൊക്കെ പിടിച്ചിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ്. എന്തായാലും കുറച്ച് ദിവസം വേണ്ടി വരും ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടി വണ്ടി എടുത്തിട്ട് പോവുകയാണ്. പിന്നെ വീട്ടിലുള്ള സെർവൻറ്റ് അകത്ത് കയറിയിട്ട് കഥ കടക്കുകയും ചെയ്തു. പിന്നെ രണ്ടുപേരും മാറി മാറി പരസ്പരം നോക്കുവാണ്. അതായത് എന്ന് പറഞ്ഞാൽ ഒരു അറിവും ഇല്ലാത്ത ആൾക്കാരെ മാതിരിയാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രകാശൻ പറയാണ്, ഞാൻ കുറച്ച് കാലമായിട്ട് ബാലണ്ണൻ്റെ വർക്ക്ഷോപ്പിലായിരുന്നു പണി. അതിനുശേഷം പിന്നെ വണ്ടിയുടെ വളയൊന്നും പിടിച്ചിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മെക്കാനിക്കായിട്ടാണല്ലോ ജോലി ചെയ്തിരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ മുതലാളിമാരൊക്കെ വിളിക്കും ദൂരയാത്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടി എത്ര വില കൂടിയതാണെങ്കിലും ഞാൻ സൂക്ഷിച്ച് ഓടിക്കാറുള്ളൂ. അത് തന്നെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. എല്ലാ വണ്ടിയും ഓടിക്കാൻ അറിയാം മേഡം, എനിക്ക് എല്ലാറ്റിനും ലൈസൻസും ഉണ്ട്. യാത്രക്കാരുടെ ജീവന് വില കൊടുക്കുന്ന ഒരാളെയായിരുന്നു എനിക്ക് വേണ്ടത്. മേഡം, എന്നെ തന്നെ പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത്. വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ്. വളരെ സൂക്ഷിച്ച് ഞാൻ ഓടിക്കാറുള്ളൂ, വളരെ ലാളിച്ച് ഞാൻ അവരെ കാണാറുള്ളൂ. ഒരു പരിക്കും പറ്റാതെ ഞാൻ സൂക്ഷിക്കാറുണ്ട്. ഇനി അഥവാ വണ്ടിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കേട് സംഭവിച്ചാൽ ഈ മെക്കാനിക്കായി എനിക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മുതലാളിമാർക്കും എന്നെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഈ മെക്കാനിക്ക് ഡ്രൈവറായാൽ അതാണ് ഗുണം. അപ്പോൾ കാർത്തിക പറയാണ്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെപ്പോലുള്ള ഒരാളെ ഞാൻ ഡ്രൈവറായിട്ട് വേണമെന്ന് ബാലേട്ടനോട് പറഞ്ഞത്. മേഡം, നമ്മൾ മേഡത്തിൻ്റെ കമ്പനിയിലേക്കാണോ പോകുന്നത്? അതൊക്കെ പറയാം. ഞാൻ ആദ്യം തൻ്റെ ഡ്രൈവിംഗ് ഒന്ന് ആസ്വദിക്കട്ടെ. ഓ ശരി. അപ്പോൾ അവർ പറയാണ്, എവിടെയോ കണ്ടു മറന്നതുപോലെ തോന്നുന്നു പ്രകാശനെ. എന്നെയോ? താൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ. എനിക്ക് മേഡത്തിനെ ഇതുവരെ കണ്ടതായിട്ട് തോന്നുന്നില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ മനസ്സിൽ ആലോചിക്കുകയാണ്, ഞാനും തന്നെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പക്ഷേ കണ്ടവരുണ്ട്. ചെന്നൈയിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ചെന്നൈ തമിഴ്നാട്ടിലോ? ഇല്ലല്ലോ. പോയിട്ടുണ്ട്, കുറച്ച് മുമ്പേ പോയിട്ടുണ്ട്. അമ്മയും ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് ക്ഷേത്രത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. തമിഴ്നാട്ടിലെ വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, അല്ലാതെ പിന്നെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ അവർ മനസ്സിൽ ചിന്തിക്കുകയാണ്, അല്ലാതെ തനിക്ക് ആ ദേശത്തെ പരിചയം പോലും ഇല്ല അല്ലേ? അവർ അരിശത്തോടെ അല്ലേടോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് അയാൾ വണ്ടി നല്ല സ്പീഡിലാണ് എടുത്തത്. അതായത് അതിനുശേഷം അയാൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതും അവിടെ വെച്ചിട്ട് താലി കെട്ടുന്നതും ഒക്കെ അയാൾ ചിന്തിക്കുന്നത്, അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഒരു സ്ത്രീ പറയാണ്, ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അല്ലാതെ അത് ആണല്ലെങ്കിൽ കുലത്തിന് നല്ലതല്ല, കുലസ്ത്രീകൾക്ക്. പ്രകാശൻ്റെ അമ്മയുണ്ട് കൂടെ. അപ്പോൾ അവർ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ പ്രകാശൻ്റെ അമ്മ പറയാണ്, അത് നിനക്ക് 2 പെൺകുട്ടികൾ ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറയാണ്. അവർ അവരുടെ ഭാഷയിലും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രകാശൻ്റെ അമ്മയുടെ ഭാഷയിലും പറയുന്നുണ്ട്. നിനക്ക് 2 പെൺകുട്ടികൾ ആയതുകൊണ്ടല്ലേ നിന്റെ ഭർത്താവ് ഇട്ടേച്ച് പോയത്. എൻ്റെ മരുമോൾക്ക് ജനിക്കുന്നതേ ആൺകുഞ്ഞായിരിക്കും. നീ ഇരട്ടക്കുട്ടികളാണെങ്കിൽ 2ഉം ആണായിരിക്കും, അതിന് ഒരു സംശയം വേണ്ട. പ്രകാശൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ സ്ത്രീയെ അമ്മ പിടിച്ച് മുത്തമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്ന ആ സ്ത്രീ മനസ്സിൽ ചിന്തിക്കുകയാണ് മറ്റുള്ളവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുട്ടി ആണായിരിക്കണം, അല്ലെങ്കിൽ അത് കുലത്തിന് ചേർന്നതല്ല, കുലസ്ത്രീകൾക്കും എന്നൊക്കെ അവർ പറഞ്ഞ കാര്യം ചിന്തിക്കുകയാണ്. പിന്നെ പ്രകാശനും അമ്മയും വരികയാണ് റൂമിലേക്ക്. പ്രകാശൻ റൂമിൽ കയറിയിട്ട് അവരോട് ചോദിക്കുകയാണ്, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. അമ്മ അവരോട് പറയാണ്, ഇവിടെ അയലത്ത് കുറേ എണ്ണം ഉണ്ട്, അസൂയയും കുശുമ്പും പിടിച്ച കുറേ എണ്ണം. അവൾമാർക്ക് ജനിച്ചിരിക്കുന്നത് പെൺകുഞ്ഞുങ്ങളാ, അതിൻ്റെ കേടാ അവൾമാർക്കൊക്കെ. അതെ അതെ അതെ, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നമുക്ക് ജനിക്കുന്നത് ആൺകുഞ്ഞ് തന്നെയായിരിക്കും, അതിനൊരു തർക്കവും വേണ്ട. അപ്പോൾ അവൻ്റെ അമ്മ പറയാണ്, അല്ല വയറ്റാട്ടി വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അവർ വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇരട്ടക്കുട്ടികളാണെങ്കിൽ 2 ആൺകുട്ടികളായിരിക്കുമെന്ന്. അപ്പോൾ പ്രകാശനും അവരും ചിരിക്കുകയാണ്. അത് മാത്രമല്ല അമ്മേ, ഇനി ഇവർക്ക് ജനിക്കാൻ പോകുന്നത് മുഴുവനും ആൺകുഞ്ഞുങ്ങളായിരിക്കും.
അങ്ങനെയാണെങ്കിൽ ഇവളുണ്ടല്ലോ ഈ നാട്ടിലെ രാജകുമാരിയായിരിക്കും. പ്രസവിക്കുന്നത് മുഴുവൻ ആൺകുട്ടികളാണെങ്കിൽ അത് പുണ്യം ചെയ്ത അമ്മയാണെന്ന് എല്ലാവരും പറയും. ഇപ്പോൾ പ്രകാശൻ പറയാണ്, എൻ്റെ അമ്മേ, ഇതിനൊക്കെ തച്ചുടക്കാനായിട്ട് ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. പുരോഗമനവാദി എന്നൊക്കെ പറഞ്ഞ് നടക്കുക. ഇവിടെ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ ചില ആണുങ്ങന്മാർ ഭാര്യമാരെ ഒഴിവാക്കിയല്ലോ. അതിനെതിരെ സമരം ചെയ്തുകൊണ്ട് നടക്കുക. കോടതി വിധി അവന് അനുകൂലമായിട്ട് വരുമെന്നൊക്കെ പറയുക. പ്രകാശൻ്റെ ഓർമ്മകളാണ്, പഴയ ഓർമ്മകളാണ് ഈ പറയുന്നത് മുഴുവനും. അവർ പറയാണ്, ഞാനൊരു പെണ്ണല്ലേ, അമ്മയും പെണ്ണല്ലേ, അമ്മയില്ലെങ്കിൽ പ്രകാശേട്ടന് ജനിക്കാൻ പറ്റുമോ? അമ്മയുടെ വയറ്റിൽ പിറന്നത് ഇവനാണ്, ഇവനൊരു ആണാണ്, അത് അമ്മ ഉണ്ടായിട്ടല്ലേ? എൻ്റെ കൊച്ചേ, ഞാൻ ജനിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു ഈ നാട്ടിൽ പുകയിലെന്നറിയോ? മൊത്തത്തിൽ എല്ലാവരും കൂടെ എൻ്റെ അമ്മയെ ചവിട്ടി താഴ്ത്തുകയായിരുന്നു. അതൊക്കെ കണ്ടും അനുഭവിച്ചും ശീലമുള്ളത് കൊണ്ടാണ് എൻ്റെ മരുമകളായ നിനക്കും ആ ഗതി വരരുത് എന്ന് ഞാൻ വിചാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഏതായാലും വയറ്റാട്ടി വരട്ടെ, അപ്പോൾ ഒരു പരിഹാരം ആവുമല്ലോ. നീ പേടിക്കണ്ട ലക്ഷ്മി, നമുക്ക് നമ്മുടെ കുടുംബക്ഷേത്രം വരെ ഒന്ന് പോകാം. എന്നിട്ട് ദേവിയെ മനസ്സറിഞ്ഞൊന്ന് വിളിക്കാം. പിന്നെ ഒരാദിയുടെയും ആവശ്യമില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കും, അല്ലേ അമ്മേ? അതെ, ഞാനും കൂടി വരാം. ചില അർച്ചനയും വഴിപാടുകളും ഒക്കെ നടത്താനുണ്ട്, നിനക്കും നിന്റെ കുഞ്ഞിനും വേണ്ടി എന്ന് പറയുമ്പോഴേക്കും അവരോട് കരഞ്ഞുപോയി. ഭൂമിയിലോട്ട് കുഞ്ഞ് വന്ന് വീണില്ലാന്നേ ഉള്ളൂ, അമ്മയുടെ വയറ്റിൽ വന്ന് വീണു കഴിഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞെന്ന്. അതും പറഞ്ഞ് എല്ലാവരും ചിരിച്ച്. അപ്പോൾ അവർ തന്നെ ഒരു പാട്ടുണ്ടാക്കി അതിനെ കൊണ്ട്, താമരക്കണ്ണനുറങ്ങേണം എന്നുള്ള. അമ്മേ, എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരണേ, കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ എനിക്കൂടെ പാടാനാണ്. എനിക്കും ഈ താരാട്ട് പാടാൻ. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും ക്ഷേത്രത്തിലെത്തിയിട്ടാണുള്ളത്. അപ്പോൾ പ്രാർത്ഥിക്കുകയാണ് പ്രകാശൻ, അമ്മയെ ദേവി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവൾ ലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുകയാണ്, ആദ്യത്തെ കുട്ടി ആൺകുട്ടി അല്ലെങ്കിൽ എല്ലാവരും എന്നെ വെറുത്തുകൊണ്ടാണ് മനസ്സിൽ കാണുന്നത്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ജനിക്കാൻ പോകുന്ന കുഞ്ഞാ, അത് ആൺകുഞ്ഞ് തന്നെ ആവണേ. പ്രകാശനും പ്രാർത്ഥിക്കുന്നത് അത് തന്നെ, ആദ്യത്തെ കൺമണി ആണായിരിക്കണേ. ആദ്യത്തെ കൺമണി മാത്രമല്ല, എല്ലാ കൺമണിയും ആണായിരിക്കണേ. അല്ലെങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഇവിടുത്തെ നാട്ടുകാരതിന് സമ്മതിക്കില്ല. കനിഞ്ഞ് അനുഗ്രഹിച്ച് ഒരു ആൺകുഞ്ഞിനെ തന്നെ തരണേ ഭഗവതി. അങ്ങനെ അവിടുത്തെ പൂജയും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം സിന്ദൂരം വാങ്ങിച്ചിട്ട് അവൻ ലക്ഷ്മി എന്ന് പറഞ്ഞ് തൊട്ടു കൊടുക്കുകയാണ്. നീ വിഷമിക്കേണ്ട പൊന്നെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ആൺകുഞ്ഞ് തന്നെയായിരിക്കും. അപ്പോൾ അമ്മയുടെ കയറി, വയറ് കണ്ടാൽ അറിയാലോ ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണെന്ന്. അതിനിപ്പോൾ വയറ്റാട്ടി വരേണ്ട കാര്യമൊന്നുമില്ല. ദേവിക്കറിയാം ലക്ഷ്മിയുടെ മനസ്സൊക്കെ. ലക്ഷ്മി പറയാണ്, കേട്ടല്ലോ എല്ലാവരും പറയുന്നത്, ഇനി പരീക്ഷിക്കല്ലേ മഹാമായെ. അവർ സന്തോഷത്തോടെ പറയാണ്, വയറ്റാട്ടി ഇപ്പോൾ വരും. ആ വന്നല്ലോ. പ്രകാശൻ്റെ അമ്മ വയറ്റാട്ടിയെ കണ്ടപ്പോൾ പറയാണ്, നോക്കാനൊന്നുമില്ല, നല്ല അസലൊരു ആൺകുട്ടിയാണ്. പിന്നെ നിങ്ങൾ വന്നൊന്ന് സംശയം തീർക്കുക മാത്രമേ ചെയ്യണ്ടൂ. പെൺകൊച്ചിനെ വിളിക്ക്, ലക്ഷ്മിയെ ഇങ്ങോട്ട് വന്നേ. ലക്ഷ്മിയും പ്രകാശനും അവിടെ എത്തി. ലക്ഷണം കണ്ടിട്ട് സംശയിക്കാനൊന്നുമില്ല, ആൺകുഞ്ഞ് തന്നെ ആയിരിക്കുമല്ലേ എന്ന് പറഞ്ഞു പ്രകാശൻ. അങ്ങനെ ഞാൻ പറഞ്ഞോ? പ്രകാശൻ്റെ അമ്മയും പറയാണ്, ആൺകുഞ്ഞാ ചേച്ചി. അപ്പോൾ അവർ പറയാം, അങ്ങനെ ഞാൻ പറഞ്ഞോ? പ്രസവം വരെ ആൺകുഞ്ഞാണ് എന്ന് വിചാരിച്ച് സമാധാനിക്കാം, പക്ഷേ പ്രസവിച്ച് കഴിഞ്ഞാൽ പെൺകുഞ്ഞായിരിക്കും. എല്ലാവരും ഞെട്ടി. പ്രകാശൻ അവരുടെ കയ്യിൽ പിടിച്ചിരുന്നു, ആ കൈയും വിട്ടു. ഇന്നോടെ ഒന്ന് നോക്ക് ചേച്ചി. നോക്കാനൊന്നുമില്ല, ഒറ്റ നോട്ടത്തിൽ ഞാൻ പറഞ്ഞത് തെറ്റാറില്ല. ഒരിക്കലേ എനിക്ക് തെറ്റിയിട്ടുള്ളൂ. പക്ഷേ അന്ന് പ്രസവിച്ചത് ആ പെൺകൊച്ച് ഇരട്ടകുളയായിരുന്നു, ഒരാണും ഒരു പെണ്ണും. അവിടെയും പെണ്ണുണ്ടായിരുന്നല്ലോ, ഇവിടെയും അങ്ങനെ സംഭവിച്ചൂടെ? അങ്ങനെ സംഭവിച്ചുകൂടെന്നൊന്നുമില്ല, പക്ഷേ അങ്ങനെ സംഭവിക്കാൻ പ്രയാസമാണ്, അത്രയേ പറയുന്നുള്ളൂ. വയറ്റാട്ടി പറയാണ്, ആദ്യത്തെ കുഞ്ഞ് ആൺകുഞ്ഞല്ലെങ്കിൽ നമ്മുടെ നാട്ടുനടപ്പ് അനുസരിച്ച് അത് നല്ലതല്ല എന്നാണ് പറയുന്നത്. അതെല്ലാവർക്കും അറിയാലോ. പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ നിൻ്റെ കെട്ടിയോളുടെ മനസ്സിൽ എന്തോ അഴുക്കുണ്ട്, അതിനുള്ള ശിക്ഷയാണ് നിനക്ക് ദൈവം തന്ന പെൺകുഞ്ഞ്. പ്രകാശ, നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട. അപ്പോൾ അവർ പറയാണ്, അങ്ങനെ കുഞ്ഞിനെ കളയാൻ തീരുമാനിക്കുകയാണെങ്കിൽ ചെറിയൊരു പച്ചില മരുന്ന് തരാം. ഈ സമയമായതുകൊണ്ട് ഇത്തിരി പ്രയാസമായിരിക്കും, എന്നാലും പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ വെറുക്കുന്നതിലും നല്ലത് അതിന് മുമ്പേ എന്തെങ്കിലും ചെയ്യുന്നതല്ലേ. നീ അവളോടൊന്ന് സംസാരിക്കടാ, ചെല്ലടാ, ചെല്ല് ചെല്ല്. അവളുടെ അടുത്ത് പോയിട്ട് പറയാണ്, പെൺകുഞ്ഞ് ജനിച്ചാലുള്ള കാര്യം എന്താണെന്ന് നിനക്കറിയാലോ, നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട, നമുക്കിതിനെ അങ്ങ് കളയാം.
എന്തൊക്കെയാ പ്രകാശേട്ടാ ഈ പറയുന്നേ? എടീ, പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുലം മുടിയും. നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. നമുക്കിതിനെ കളയാം. എത്രയോ പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കുലം മുടിഞ്ഞിട്ടുണ്ടോ? പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമുക്ക് പെൺകുട്ടികളെ വേണ്ട. അതേടാ, അതിനിപ്പോൾ പറയാൻ എന്തിരിക്കുന്നു പ്രകാശ എന്ന് പറഞ്ഞ് അവിടെ അമ്മയും എത്തി. അത് നമ്മൾ തീരുമാനിച്ച കാര്യമല്ലേ. വയറ്റാട്ടി കൊണ്ടുവന്ന് ഒരു മരുന്ന് കൊടുക്കുമ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല. കുഞ്ഞങ്ങ് പോയി കിട്ടും. അവൾ പറയണപ്പോൾ പറ്റില്ല, എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. അതാണായാലും പെണ്ണായാലും ശരി. ഇതൊക്കെ വെറുതെ ഈ നാട്ടിലുണ്ടാക്കി വെച്ച നിയമങ്ങളാ. വേറെ എങ്ങുമില്ല. ഈ പ്രദേശത്ത് മാത്രം വിവാഹം കഴിഞ്ഞ് വരുന്ന പെണ്ണുങ്ങൾക്ക് നെഞ്ചിൽ തീയുമായിട്ടാണ് കഴിയുന്നത്. ഞാനും അങ്ങനെയായിരുന്നു. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ജനിക്കുന്നത് ആൺകുഞ്ഞായിരിക്കണേ എന്ന്. എനിക്ക് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ അത് മുളയിലേ നുള്ളുമല്ലോ. ഇത്രയും നാൾ തീ തിന്നാ കഴിഞ്ഞത്. ഇനി വയ്യ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കുഞ്ഞ് ജനിക്കുകയും ചെയ്യും, ഞാൻ അതിനെ വളർത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതിലേക്കും ബൈ ബൈ.